സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. കേന്ദ്ര സഹായം ലഭിക്കാത്തത്, അതുപോലെ അതുകൊണ്ട് ആണ് ഞങ്ങൾക്ക് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ പദ്ധതികളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെത്തുകയാണ്. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ വികസനം, റോഡ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാദേശികമായി പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ പല വാർത്തകളിലും കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. റോഡ്, പാലം ഇതൊക്കെ കൃത്യമായിട്ടില്ല എങ്കിൽ, കുടിവെള്ള വിതരണം കൃത്യമായിട്ടല്ല എങ്കിൽ ആ വിഷയങ്ങളൊക്കെ നിയമസഭയേക്കാൾ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുക ഈ നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം. സർക്കാർ ചെയ്യാമായിരുന്നിട്ടും, കാരണം സംസ്ഥാന ഭരണത്തിലിരുന്നു, ഞങ്ങളുടെ വാർഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണിയായിട്ടും ഇത് ചെയ്തു തന്നില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫാക്ടറായി മാറാനായിട്ടുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് LDF എന്ന് പറയുന്ന ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു അംബ്രല്ല ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതും അറിയണം. പിന്നെ രണ്ടാമത്തത് ഈ ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രതിഫലിക്കുന്നത് പോലെ ഒരു ലാർജർ എക്സ്റ്റെൻഡിൽ വരാറില്ല പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇക്കുറി എങ്ങനെയാകും എന്നത് ഞാനും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അതിനും കാരണം ഈ തുടർ ഭരണമാണ്. 2 ഊഴമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ 2 ഊഴമായിട്ട് നിങ്ങൾക്ക് ഈ പാലം പണി തീർക്കാൻ കഴിഞ്ഞില്ലേ? 9 വർഷമായി മെല്ലെ പോകുന്ന പാലം പണിയാണെങ്കിൽ 2016 ഉദ്ഘാടനം ചെയ്തിട്ട് ഇതുവരെ തീർന്നിട്ടായെങ്കിൽ അത് വിഷയമാണ്. അത് ആ ഒരു പ്രദേശത്ത് മുഴുവൻ പ്രതിഫലിക്കാനും ചർച്ചയാക്കാനും ഒക്കെ പ്രതിപക്ഷത്തിന് സാധിക്കണം. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കും അതുപോലെ തന്നെ UDFനും സാധിക്കണം.